പ്രൈസലോ കർത്താവിന്റെ അതിപരിസ്ഥമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തെ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 26 വാക്യം. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ഒരിക്കലും വചനം വായിക്കാൻ? ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ ശേഷം ഹല്ലേലൂയ എമ്മോസിലേക്ക് പോയ ക്ലയോപ്പാവിനും അവന്റെ ഭാര്യയ്ക്കും വഴിയിൽ വെച്ച് ദൈവം പ്രത്യക്ഷമാകുകയും ക്ലയോപ്പാവും തന്റെ ഭാര്യയും കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വഴിയിൽ കൂടി സംസാരിക്കുകയും തർക്കിച്ചും പോകുമ്പോൾ യേശു അവരോടൊപ്പം ചേർന്ന് നടക്കുന്നതും അവർ പറയുകയും തർക്കിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി യേശു കേട്ടിട്ട് ഹല്ലേലൂയ അവർക്ക് നൽകിക്കൊടുക്കുന്ന ഒരു മറുപടിയാണ് പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ആമേൻ ദൈവം ദൈവഹിതവുമായ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുകയാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും ഈ ലോകത്തിലുള്ള ജനത്തിന് ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ക്രിസ്തു അനുഭവിച്ച കഷ്ടത്തെക്കുറിച്ചും തിരിച്ചറിയാതെ വരുമ്പോഴാണ് പല ആളുകളും ക്രിസ്തുവിന് വിരോധികളായി മാറുന്നത്. ക്രിസ്തു വിരോധികൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വചനത്തെയും യേശുവിനെയും ക്രൈസ്തവ സമൂഹത്തിനും എതിരെ വിരോധികളായി മാറുന്നവർ അവർ യഥാർത്ഥത്തിൽ ദൈവം ആരെന്ന് അറിയില്ല എന്നുള്ളതാണ് അവരുടെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അഥവാ ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അവരതിനോട് വളരെ എതിർക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ള സമൂഹമാണല്ലോ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പല ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഹല്ലേലൂയ. അവൻ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യങ്ങളും ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങളും ജനം യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങളും മാത്രമല്ല പരീശന്മാരും സാധുക്യരും മഹാപുരോഹിതന്മാരും യവനായ ഭാഷക്കാരും റോമൻ ഭാഷക്കാരും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളും അവർക്ക് യേശു നൽകിക്കൊടുത്ത ദൈവവചനങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. ഈ ഗ്രന്ഥം, ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് അടച്ചു സൂക്ഷിച്ച അലമാരിയിലോ അല്ലെങ്കിൽ ഒരു പൂജാവസ്തുവായോ വെക്കുവാനുള്ളതല്ല. ഇത് ദിനംതോറും വായിച്ച് പഠിക്കേണ്ടതാണ്. പ്രൈസലോ ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചത് കൊണ്ട് ബൈബിൾ പഠനം പൂർത്തീകരിക്കുന്നില്ല. നമ്മളെ വിളിച്ച ദൈവം നാം തിരുവചനം നമ്മുടെ കയ്യിൽ കിട്ടിയ നാള് തൊട്ടും മരണം വരെ ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. എങ്ങനെയാ വായിക്കുകയും പഠിക്കുക? ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ ദിനംതോറും ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസലോ. എങ്കിൽ മാത്രമേ വേദപുസ്തകത്തിനകത്ത് പല ഭാഗത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യാർത്ഥികളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേക തെളിവുകൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമം പരിശോധിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് അനേക തെളിവുകൾ നമുക്ക് ലഭിക്കും. അതെല്ലാം ദൈവം നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. നാം ദൈവത്തിന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ, വചന ധ്യാനത്തോടെ ഇരിക്കുന്ന, വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നെങ്കിൽ വചനത്തിനകത്ത് നമുക്ക് വെളിപ്പെടാതിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ സകല രഹസ്യങ്ങളെയും യേശു വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചും വേദപുസ്തകം മുന്നറിയിപ്പ് നൽകിയാണ്. നമ്മുടെ ഭൂതകാലം കഴിഞ്ഞു, ഇത് വർത്തമാന കാലമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കേണ്ട വിഷയങ്ങളെല്ലാം പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിവിടെ നടക്കുന്നു. എന്നാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം ശക്തമായിട്ട് പറയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അനേക പഴയ നിയമ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് സാധാരണ ഒരു ജനനമല്ല, യാദൃശ്ചിക സംഭവിച്ചതല്ല. പിന്നെയോ
പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാരെല്ലാം ഇത് അല്ലെങ്കിൽ ഇന്ന് വെളിപ്പെടുത്തുന്നു. എന്നാൽ പഴയ നിയമ പ്രവാചകന്മാർ പുതിയ നിയമത്തെക്കാൾ മുമ്പ് ഇത് പറഞ്ഞിരുന്നു എന്നുള്ളത് പഴയ നിയമമെല്ലാം വായിക്കുക കാണാൻ കഴിയും. അങ്ങനെ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ജനനം എന്തായിരുന്നു എന്നും ക്രിസ്തുവിന്റെ ജീവിതം എന്താണെന്നും ക്രിസ്തു എന്തിനാണ് കഷ്ടം സഹിച്ചത്, എന്തിനാണ് അവൻ മരിച്ചതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യേശു മരിച്ചു, അടക്കപ്പെട്ടുവെങ്കിൽ അവൻ എന്തിനു ഉയർത്തെഴുന്നേറ്റു, എന്തിനാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്, സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ ദൗത്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളങ്ങനെ വായിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മോട് ശാന്തമായ രീതിയിൽ സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവനാണ്. ശാന്തമായ രീതിയിലും സൗമ്യമായ ഭാഷയിലും സംസാരിക്കുവാൻ ഉലകത്തിലൊരു നേതാവ് എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്. അവർക്കാർക്കും സൗമ്യമായും ശാന്തമായും ഭാഷയില്ല. ഒരുപാട് രാജ്യരാഷ്ട്ര തലവന്മാരുണ്ട്, അവർക്കൊന്നും ശാന്തവും സൗമ്യമായ ഭാഷയില്ല. ലോകത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് നെല്ലിക്കച്ചാക്കിന്റെ കുത്തഴിച്ചതുപോലെ കിടക്കുക, അവർക്കും സൗമ്യതയുടെ ഭാഷയില്ല. കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെ ആ കളി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. ഇവർക്കാർക്കും സൗമ്യതയോടെ സംസാരിക്കാൻ അറിയത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശംസിക്കാനുള്ളതും സൗമ്യതയുടെ ഭാഷയിലും ശാന്തതയിലും നമ്മോട് സംസാരിക്കാൻ യേശു ഇന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ ധരിച്ചിരിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന സകല മനുഷ്യരും ശാന്തതയുടെയും സൗമ്യതയുടെയും ആത്മാവെല്ലാം നിറയപ്പെട്ടവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. യേശു എല്ലാവർക്കും ഒരു മാതൃക മനുഷ്യനാണ്. ആ കാൽച്ചുവട് നമുക്ക് പിന്തുടരുവാൻ സമയം തന്നിരിക്കുമ്പോൾ നമ്മൾ ആ കാൽച്ചുവട് പിന്തുടരുക തന്നെ ചെയ്യണം. അപ്പം വിശ്വാസികൾ ചെയ്ത വലിയ തെറ്റെന്താണ്? ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ചെയ്ത വലിയ തെറ്റ് നമുക്ക് അതിനെ കൂടെ ചിന്തിക്കാൻ കഴിയണം. അല്ലേലിയ, നമ്മുടെ വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ വലിയ തെറ്റ് ചെയ്തു. ലേലിയ, അത് സഭയുടെ ഉന്നത നിലവാരത്തിലിരിക്കുന്ന സഭയുടെ ഏറ്റവും മൂത്ത നേതാവ് തൊട്ട് താഴേക്കടയിലുള്ളവരും വലിയ തെറ്റ് ചെയ്തു. ലേലിയ, എന്ത് തെറ്റാ ചെയ്തത്? അവർ ചെയ്ത തെറ്റ് പ്രവാചകന്മാർ അവർക്ക് മുന്നറിയിച്ചിരുന്ന കാര്യങ്ങളെ പലപ്പോഴും വിശ്വസിച്ചില്ല. പ്രവാചകന്മാർ പറഞ്ഞത്, പഴയ നിയമ ഭക്തന്മാർ, പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ദൈവത്തിന്റെ വചനത്തെ പലപ്പോഴും വിശ്വസിക്കായക കൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിലും വലിയ തെറ്റുകൾ സംഭവിച്ചു. അവർ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചതില്ല, ദൈവത്തിന്റെ വചനം പഠിച്ചതില്ല, ദൈവത്തിന്റെ വചനം കേട്ടില്ല, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് പോകാൻ കഴിയുന്നില്ല. കണ്ടതും കേട്ടതും എന്നൊക്കെ പണ്ട് റേഡിയോയിൽ പറഞ്ഞതുപോലെ പലരും കണ്ടതും കേട്ടതും പറഞ്ഞിട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവർ ചില കുടുക്കുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വരും. പ്രൈസറോ അല്ലേലിയ. അപ്പൊ ഇന്ന് അനേകരുടെ ബുദ്ധി മന്ദമായിപ്പോയി. അനേകരുടെ ബുദ്ധി എന്ത് ചെയ്തു? മന്ദമായിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ അല്ലേലിയ സ്തോത്രം, യേശു അവരെ ഇങ്ങനെ വിളിച്ച മന്ദബുദ്ധികളെ എന്ന് വിളിച്ചത്. അല്ലേലിയ, മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചത് ആരോടാ? ലേലിയ, ക്ലെയോപ്പാവിനോടും തന്റെ ഭാര്യയോടുവാ. അവർ യേശുവിന്റെ കൂടെ നടന്നവരില്ല, യേശുവിന്റെ മരണപുനരുത്ഥാനത്തെ കുറിച്ച് അറിഞ്ഞവരല്ലേ. എന്നിട്ടും അവർക്ക് വിശ്വസിക്കാതെ വന്നെങ്കിൽ അവരെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചെങ്കിൽ ഇന്നത്തെ സഭയെ നോക്കിക്കൊണ്ട് നമ്മുടെ വരെ കർത്താവ് വിളിക്കുന്ന മന്ദബുദ്ധികളെ പ്രവാചകന്മാർ മുഖാന്തരം മരണിച്ചിട്ട് ദൈവത്തിന്റെ വചനം പൂർത്തീകരിച്ചിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എല്ലാം നിറവേറിയിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തം ഊറ്റിത്തും, നിങ്ങൾക്ക് വേണ്ടി ശരീരം നുറുക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭാരം കയറി ക്രൂശ് ചുമന്നു. ഹല്ലേലൂയ. ഞാൻ മരിച്ചടക്കപ്പെട്ടെങ്കിലും കല്ലറയിൽ ഇരിക്കാതെ കല്ലറയ്ക്കൊന്നും പുറത്തു വന്ന് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഹല്ലേലൂയ. ഞാൻ 40 നാളുകൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായില്ലേ? ഞാൻ സ്വർഗാരോപണം ചെയ്തതും രഹസ്യമായിട്ടല്ലല്ലോ, ഞാൻ സ്വർഗാരോപണം ചെയ്തതും പരസ്യമായിട്ടല്ലേ? ഞാനത് പറഞ്ഞില്ലേ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോപണം ചെയ്ത ക്രിസ്തു പോയതുപോലെ മടങ്ങി വരൂ. അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ 1:11 നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? അപ്പോസ്തലന്മാർ 1:11 കേട്ടോ. ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടും ഇന്ന് നമ്മൾ പലപ്പോഴും
ദൈവവചനത്തെ വിശ്വസിക്കുക, പ്രവാചക വാക്കുകളെ വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അല്ലെങ്കിൽ നമുക്കറിയാം, വലിയ വിശ്വസിക്കുവാൻ തക്ക ഉണർവുള്ള ഒരു ഹൃദയം നമുക്കില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ വചനത്തെ വിശ്വസിക്കുവാൻ കഴിയുന്ന, ക്രിസ്തുവിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ കഴിയുന്ന, ക്രിസ്തുവിന്റെ വചനത്തെ അതേപോലെ തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ഉണർവുള്ള ഹൃദയം വിശ്വാസികളിൽ നഷ്ടപ്പെട്ടു പോയി. ഈ കാലഘട്ടത്തിൽ സകല ജനത്തിനും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണല്ലോ ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടിച്ച് കലകിച്ച് മനുഷ്യൻ കത്തിക്കുത്തുണ്ടാക്കി രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ക്രിസ്തു ആരായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ലോകം പണ്ടേ എത്രയോ ഉന്നതമായ നിലയിൽ സാമയാലെ പ്രയോജനപ്പെട്ടനെ. ലോകം മുഴുവൻ ശാപമല്ലേ. ഈ ലോകരാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കും. മുഴുവൻ രാജ്യങ്ങൾ ശാപത്തിൻ കീഴിലാണ്, പാപത്തിൻ കീഴിലാണ്. ദൈവക്രോധം അവരുടെ ദൈവിക ന്യായവിധി സകല ജനത്തിന്മേലും വരും. എന്തുകൊണ്ട്? സ്തോത്രം. പ്രവാചകനായിരിക്കുന്ന ദാനിയേൽ, യിരെമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ, പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ്, ദാനിയേൽ, യെശയ്യാവ് തുടങ്ങിയ 12ഓളം പ്രവാചകന്മാർ വേദപുസ്തകങ്ങളെ നന്നായിട്ട് പരിശോധിച്ചവരാ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ യെശയ്യാവ് തൊട്ട് മാലാഖി വരെയുള്ള 4 വലിയ പ്രവാചകന്മാരും ബാക്കി ഉള്ള ചെറിയ പ്രവാചകന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരെല്ലാം വേദപുസ്തകം നന്നായിട്ട് തിരഞ്ഞു പഠിച്ചു അന്വേഷിച്ചു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മോശ തുടങ്ങി പ്രവാചകന്മാരുടെ പറഞ്ഞു വെച്ച ക്രിസ്തുവിനെ കുറിച്ച് അവർ നന്നായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെകൾക്ക് അവർ പ്രവാചകനായ ദാനിയേൽ, യിരെമ്യാവ് തുടങ്ങിയവർ വചനം പരിശോധിച്ച് നോക്കിയത് കൊണ്ട് യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെയുള്ള യഹോവയുടെ അരുളപ്പാട് ദാനിയേലിന് ലഭിച്ചുവെന്ന്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 9:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ആ ശൂന്യാവസ്ഥ 70 വർഷം കണ്ട് തീരുമെന്ന് പ്രവാചകന് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം ഇന്ന് മലയാള ഭാഷയിൽ തുടങ്ങി സകല ഭാഷകളിലും നമുക്ക് എഴുതി തന്നിട്ടും നമ്മളിന്നും അത് വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. വചനത്തെ വിശ്വസിക്കായിക വലിയ തെറ്റാ. ഹല്ലേലൂയ. ആകയാൽ തങ്ങളെയും ഇസ്രായേൽ ജനങ്ങളെയും കുറിച്ച് ഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രവാസത്തെക്കുറിച്ച്, ഇസ്രായേലിന്റെ പ്രവാസകാലത്തെക്കുറിച്ച്, അവർ പ്രവാസം അനുഭവിക്കേണ്ട ദിവസങ്ങളെക്കുറിച്ച്, പ്രവാസത്തിൽ നിന്ന് അവർക്ക് ലഭ്യമാകാൻ പോകുന്ന മോചനത്തെക്കുറിച്ച്, ഹല്ലേലൂയ, ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രായേൽ ജനങ്ങളെയും ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടെടുപ്പിന്റെ നാളുകൾക്ക് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. അപ്പം ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ഹല്ലേലൂയ, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത വചനം ധ്യാനിച്ചിട്ട് എന്ത് ചെയ്തു? അതിനുവേണ്ടി കാത്തിരുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? മിസ്രൈമിലേക്ക് പ്രവാസികളായി പോയ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് വലിയ കൂട്ടമായി മടങ്ങി വരുമെന്ന് അബ്രഹാമിനോട് തന്നെ ദൈവം പറഞ്ഞു, നിന്റെ സന്തതി 400 വർഷം അന്യദേശത്ത് പരദേശിയെ പാർക്കും. ഇതൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞത് നമ്മള് കേട്ടിട്ടും തിരിച്ച് മോശയുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറി ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടെന്നൊരു ദൈവമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും നമ്മൾ ഇന്ന് ഈ ദൈവവചനത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മെ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നത്. ക്ലെയോപ്പാവിനോടും അവന്റെ ഭാര്യയോടും കർത്താവ് കൂടെ ചേർന്ന് നടന്ന ആ കാലഘട്ടത്തിൽ നടന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കർത്താവ് വിളിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ഈ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതല്ലയോ? അതേ സ്നേഹിത, ദൈവത്തിന്റെ വചനം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഈ ലോകത്തിൽ സത്യസന്ധമായ, പുഴുക്കുത്തലില്ലാത്ത, കളവില്ലാത്ത, വ്യാജമില്ലാത്ത, മായമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം സത്യവേദ പുസ്തകം. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ, പ്രവാചക വാക്കുകളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിറവേറിയ വചനങ്ങളെ, തുടർന്ന് അപ്പോസ്തലന്മാരിലൂടെ നൽകി തന്ന വചനങ്ങളെ
സഭയുടെ മർമ്മങ്ങളെ, സഭയുടെ സത്യസന്ധതയെ, സഭയുടെ വിശുദ്ധിയെ, പരിഭാവനതയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സഭയുടെ ഉടയവൻ, സഭയുടെ നേതാവ്, സഭയുടെ ലീഡർ യേശുക്രിസ്തുവാണെന്ന് അവൻ മരിച്ചു പോയ ദൈവമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് ജനത്തെ അതിനുവേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരാണ്. തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ കാഹളത്തോടെ വരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇത് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ മാറാത്തത്. എത്ര കാലമായി ജീവിതം നീ തുടങ്ങിയിട്ട്, എത്ര കാലമായി ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉയരുവാൻ കഴിയാതെ, സന്തോഷിപ്പാൻ കഴിയാതെ, സമാധാനിക്കാൻ കഴിയാതെ നിനക്ക് ഇന്നും കഷ്ടതകൾ മാത്രമല്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് തന്നെ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു, എന്റെ പാസ്റ്ററേ, മോള് പറഞ്ഞു, മോൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പാസ്റ്ററെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ. ഹല്ലേലൂയ. വിശ്വാസികളല്ല കേട്ടോ, അവിശ്വാസികളാണ് പറയുന്നത്. എന്നിട്ട് അവര് പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് യേശുവിനെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് എല്ലാ മതങ്ങളെയും വിശ്വാസമാണ്, ഞങ്ങൾക്ക് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. യേശുവിന്റെ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്, യേശുവിന്റെ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തിനാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥനയ്ക്ക് പറയുന്നത്? നിങ്ങൾക്ക് യേശുവിനെ വിശ്വാസമാണ്, ബൈബിൾ ഇഷ്ടമാണ്, യേശുവിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മറ്റു മതങ്ങളെ വിശ്വാസമാണ്, മറ്റു ദൈവങ്ങളെ വിശ്വാസമാണ്, അവരുടെ പ്രമാണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങളെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നിടത്തങ്ങ് നിന്നാൽ പോരെ? നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നിട്ട് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്? ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന വചനത്തെ നിങ്ങൾ അനുസരിക്കണം. അല്ലാതെ ഞങ്ങൾ എന്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല. പിന്നെ ഞങ്ങളുടെ കർത്തവ്യം, ദൗത്യം എന്നുള്ളതല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നിന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല. നിന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല. നിനക്ക് യേശുവിനെ ആവശ്യമായി വരുന്ന നിന്റെ മക്കൾക്ക് കഷ്ടം വരുമ്പോഴാ. നിന്റെ മക്കൾക്ക് കഷ്ടം വരുമ്പോൾ, നിന്റെ മക്കൾക്ക് പ്രതികൂലം വരുമ്പോൾ, നിനക്ക് കഷ്ടം വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്റെ മുമ്പിലും പിമ്പിലും വഴികളെല്ലാം അടയുമ്പോൾ, ഇടവും പുറവുമെല്ലാം നിനക്ക് പ്രശ്നമായി മാറുമ്പോൾ, ഹല്ലേലൂയ, നീ ഒറ്റപ്പെടുന്ന, ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യം വരുമ്പോൾ അപ്പോഴാണ് നീ യേശുവിനെ അന്വേഷിക്കുന്നത്. അല്ലാതെ നിനക്ക് ആരോഗ്യമുള്ളപ്പം, കഴിവുള്ളപ്പം, പ്രാപ്തിയുള്ളപ്പം, പണം ഉണ്ടായിരുന്ന, സൗന്ദര്യം ഉണ്ടായിരുന്നപ്പോൾ, നീ ഓടിച്ചാടി നടന്നപ്പോൾ, നിനക്ക് എല്ലാം കൊണ്ടും പേരും പ്രശസ്തി ഉണ്ടായിരുന്നപ്പോൾ നിനക്ക് യേശുവിനെ വേണ്ട. നീ എല്ലാത്തിലും തകർന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് യേശുവിനെ വേണം. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ യേശുവിനെ കണ്ടാൽ, ഹല്ലേലൂയ, യേശുവിനെ സ്നേഹിച്ചവരെല്ലാം കിട്ടുമെന്നാ. കഴിഞ്ഞ വർഷം ഈ തണ്ണിമത്തം വിൽക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ ഞാനൊരു തണ്ണിമത്തം വാങ്ങാൻ കയറിയതാ. ചോദിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞൊരു സുവിശേഷകനാണ്, ഇവിടെ അടുത്ത് വേല ചെയ്യുന്നു, അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാനൊരു 2-3 വട്ടം തണ്ണിമത്തം മേടിക്കാനൊക്കെ അവിടെ ചെന്നു. പുള്ളി സംസാരിക്കുക, അതുകൊണ്ട് പുള്ളിയായിട്ട് സംസാരിക്കാനായിട്ട് അങ്ങനെ സംസാരിക്കാൻ ചെന്നു. അല്ലെങ്കിൽ അവസാനം കസേരയൊക്കെ ഇട്ട് ഞാനിരുന്നു, ഞാൻ മാന്യമായിട്ടൊക്കെ സംസാരിക്കാം. അവസാനം പുള്ളി പറയാ, നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ പൈസ വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്, എന്നെ ഒന്ന് സഹായിക്കാമോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു 13 ലക്ഷം രൂപ കടമുണ്ട്, അത് എന്നോടൊന്ന് തീർത്തു കൊടുക്കാവുന്ന. അല്ലേ, ഞാൻ അപ്പോൾ ചിന്തിച്ച് എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, 13 ലക്ഷം രൂപ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2-3 സെന്റ് ഭൂമി മേടിച്ച് എനിക്കകത്ത് ചെറിയൊരു വീട് തന്നെ കൂട്ടാൻ മേടിച്ചു ഒരുങ്ങിയേനെ. ഞാൻ ആ സഹോദരന് പിന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, ഗൾഫിൽ നിന്നും, പാരീസിൽ നിന്നും ഒന്നും ഞങ്ങൾക്ക് പണം വരാറില്ല. അങ്ങനെ വരുന്നവർ കാണും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയില്ല. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ അന്നത്തേന് കഴിഞ്ഞു പോകുന്ന ആൾക്കാരാ. നിങ്ങൾ പറഞ്ഞ 13 ലക്ഷം രൂപ അങ്ങോട്ട് തരണമെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം, കാരണം ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചില ആളുകളുടെ വിഷയം. എന്നിട്ട് ഈ 13 ലക്ഷം രൂപ പാസ്റ്ററിന്റെ കട തീർത്ത് തരാമെങ്കിൽ പാസ്റ്റർ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. പാസ്റ്റർ, നിങ്ങളുടെ കൂടെ ഞാൻ വരാം, നിങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ എന്റെ സഹോദരൻ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണ്ട. നിങ്ങളുടെ 13 ലക്ഷം രൂപ കടം തീർത്ത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. ആ 13 ലക്ഷം എനിക്കില്ല. അങ്ങനെ വിദേശത്ത് ആരും ഒരു 13 ലക്ഷം രൂപ തരത്തുമില്ല. എന്റെ അനുഭവത്തിലൊന്നും ഇല്ല കേട്ടോ. കിട്ടുന്നവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനും ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം എനിക്ക് എന്റെ അന്നത്തെ ദിവസം നടന്നു പോകാന്നുള്ളതാണ്. പ്രൈസ്.
അങ്ങനെ ആ സഹോദരോട് സംസാരിച്ച് പിന്നെ സഹോദരൻ മിണ്ടത്തില്ല. എന്താ ഞാനത് 13 ലക്ഷം കടം തീർത്തില്ല. 13 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാനായിരുന്നു. ഹല്ലേലൂയ. എനിക്കാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ഞാനൊക്കെയാണെങ്കിൽ എത്ര കാലമായി ഒരു നല്ല സ്വന്തം വീട്ടിലൊക്കെ കയറി താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 13 ഉണ്ടെങ്കിൽ ഞാനൊരു സ്ഥലം വാങ്ങത്തില്ലേ? ഇതൊക്കെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ചില ചിന്തകൾ. കഴിഞ്ഞ ദിവസം സഹോദരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് അമേരിക്കയിൽ വിശദനായി വരുവാനല്ലേ? ഞാനൊരു ദിവസം പറഞ്ഞായിരുന്നു 2000 രൂപ എനിക്ക് ഇങ്ങോട്ട് താ, ഞാൻ വീട്ടിലൊന്ന് പോട്ടെ. എന്നിട്ട് വീട്ടിൽ പോയില്ല, 4 ദിവസമായിട്ട് കടത്തിനല്ല കിടക്കുന്നത്. ഡെയിലി 1200 വെച്ച് ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം എനിക്ക് വൈകിട്ട് കിട്ടും. 700 മദ്യത്തനങ്ങ് തീരും. പിന്നെ ഉച്ചയ്ക്കത്തെ ചോറ്, രാവിലത്തെ കാപ്പി, വൈകിട്ടത്തെ കാപ്പി കുടിച്ച് വീട്ടിലേക്ക് വന്നിടത്തൊന്നുമില്ല. വീട്ടിൽ ചില 2000 വേണം. അവിടെ പാസ്വനിക്കതാ. ഞാൻ സൗകര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൈസ തരാൻ വന്നതല്ല ഇവിടെ. ലേരിയ എന്റെ പൈസ ഇല്ല. കാരണം 2000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ജീവിക്കും. പ്രൈസ് 2000 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്ക് 1200 രൂപ കിട്ടിയിട്ട് കള്ളു കുടിക്കാനുള്ള വീട് നോക്കാൻ പൈസ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് പണത്തിന് വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കും. ഞങ്ങൾ പണത്തിന് വേണ്ടിയിട്ടല്ല ക്രിസ്തുവിനെ അന്വേഷിച്ചത്. ദാനിയേൽ തുടങ്ങി പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ദൈവവചന സത്യങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്വർഗ മഹിമകളെ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, ഇനി ഞങ്ങൾക്കൊരു മരണമുണ്ട്, ഒന്നുകിൽ കർത്താവിന്റെ വരവില്ലെങ്കിൽ അത് മറന്നു, ഞങ്ങളുടെ മരണത്തോടു കൂടി ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ഞങ്ങൾ രുചിച്ചറിയുന്നുണ്ട്, അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കഷ്ടം സഹിച്ചുകൊണ്ടായാലും നിന്ന സഹിച്ച് അപമാനം സഹിച്ച് സുവിശേഷ വേല ചെയ്യുന്ന നിലയ്ക്കൽക്കുന്ന മാതാപിതാവേ, നീ ക്രിസ്തുവിനെ അറിയുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കരുത്. ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട്, ക്രിസ്തുവിലേക്ക് വന്നതുകൊണ്ട് നിനക്ക് ഗൾഫിൽ നിന്നും വിദേശത്ത് പണം കിട്ടും, അല്ലെങ്കിൽ അവർ നീ ചെല്ലുന്നിടത്തുനിന്ന് പണം കിട്ടുമെന്ന് നീ മോഹിച്ച് സഭയിൽ വരരുത്. അല്ലേലിയ, സ്തോത്രം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലേലിയ നിനക്ക് നഷ്ടമാണ്. എന്റെ സഭയിലൊരു വിശ്വാസി ഉണ്ടായിരുന്നു. വിശ്വാസി വന്ന് അല്ലെങ്കിൽ അവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ ഏകദേശം 5-6 വർഷം എന്റെ സഭയിൽ നിന്നു. എല്ലാ ആഴ്ചയിലും ഒരു വാടക കൊടുത്തില്ലെന്ന് പറയും. പല പ്രാവശ്യം ഞങ്ങൾ വാടക കൊടുത്തു. വാടക കൊടുക്കാൻ പലരെയും കൊണ്ട് ഞങ്ങൾ വാടക കൊടുപ്പിച്ചു. എന്നിട്ടും പിറ്റേഴ്ച വാടകയില്ല. അങ്ങനെ അവർ വാങ്ങി അവസാനം സ്തോത്ര കാഴ്ച കിട്ടിയ പൈസ ഇവരൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ജീവിതത്തിന്. എന്നിട്ട് ഒരു സഭയിൽ നിന്ന് ഒരാഴ്ച 1-2 ആഴ്ച എനിക്ക് കൊടുക്കാനില്ലാതെ തോന്നിയപ്പോൾ സഭയിൽ പോയി. അങ്ങനെ സഭയിൽ വന്നിട്ട് പൈസ കിട്ടാതെ പോയി ഒരുപാട് വിശ്വാസികൾ എന്റെ സഭയൊന്നുമുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ പൈസ കൊടുത്തില്ല, ഞാൻ പണം കൊടുത്തില്ല, പണം ചോദിച്ചവർക്ക് അവർ കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ പിണങ്ങിപ്പോയി ഒരുപാട് വിശ്വാസികൾ സമീപ പ്രദേശ കുന്നങ്ങളോടക്കം കിടപ്പുണ്ട്. ചിലരൊക്കെ ചിന്ത പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാണെന്നാ, കോടീശ്വരനാണ്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പണക്കാരനും കോടീശ്വരനും അല്ല സുഹൃത്തുക്കളെ. ഞങ്ങളൊരു കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ അന്നത്തെ ജീവിതത്തിൽ പോകുന്ന ആളുകളാണ്. ഞങ്ങൾ ആരുടെ മുമ്പിൽ കൈനീട്ടാനോ ഞങ്ങളുടെ കഷ്ടം പറയാനോ പിരിക്കാനോ ഒന്നും പോകുന്നില്ലെന്ന് മാത്രം. അല്ലേലിയ, ദൈവം തരുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ തൃപ്തിയോടെ കഴിഞ്ഞു പോവുകയാണ്. അപ്പം പലരും ക്രിസ്തുവിനെ അറിയുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, പലരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പണം കിട്ടുവാൻ വേണ്ടി. പണം കിട്ടിയില്ലെങ്കിൽ അവരപ്പോൾ തന്നെ സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക് പോയി അവിടെ ചെന്ന് ഈ തന്ത്രങ്ങൾ മെനയുന്ന അനവധി വിശ്വാസികൾ എന്ന് പറയുന്ന തട്ടിപ്പുകാർ വരെ പെന്തക്കോസ്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ നിന്ന് ഇവിടെ വന്നു നിന്ന് ഇവിടുന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങി കിട്ടാതെ വരുമ്പോഴത്തേനും ഇവിടുന്ന് ചാടി അടുത്ത സഭയിൽ ചെല്ലും. അടുത്ത സഭയിൽ ചെന്നിട്ട് അവിടുത്തെ ദൈവദാസന് മുമ്പിലും വിശ്വാസികളുടെ മുമ്പിലും കരയും. അല്ലേ? കരയുമ്പോൾ അവരും മനസ്സറിഞ്ഞ് എന്ത് ചെയ്യും? ഇവരെ സഹായിക്കും. അവിടെ നിന്നും അല്പം കഴിയുമ്പോൾ കിട്ടൽ കുറവ് വന്നു കഴിയുമ്പോൾ അടുത്ത സഭയ്ക്ക് ചേട്ടുന്ന കാപട്യം നിറഞ്ഞ കപടക്കാരായിരിക്കുന്ന അനവധി വിശ്വാസികൾ ഈ പെന്തക്കോസ് സമൂഹത്തിലുണ്ട്. മാത്രമല്ല, അവർ പെന്തക്കോസ് പള്ളിയിൽ വരുമ്പം പെന്തക്കോസുകാരായിട്ട് നിൽക്കും. പുറത്തിറങ്ങിക്കഴിയുമ്പോൾ സർക്കാരിന്റെ സകല ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കും. സർക്കാരിന്റെ സകല ആനുകൂല്യങ്ങളും ഓടി നടന്ന് വാങ്ങിക്കും. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്ന അരിവിയുടെ സപ്പോർട്ടിലും അതെല്ലാം വാങ്ങിയെടുത്തിട്ട് സഭയിൽ വരുമ്പോൾ പെന്തക്കോസുകാരും പുറത്തിറങ്ങുമ്പോൾ അവരെ വന്ന പശ്ചാത്തലത്തിലും അങ്ങനെയുള്ള ഒത്തിരി കപട വിശ്വാസികളുണ്ട് കേട്ടോ. നിങ്ങളിതൊക്കെ തിരിച്ചറിയണം. കർത്താവ് ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തന്റെ ക്രൂശിലെത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കർത്താവിനെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ നമ്മളെല്ലാം ത്യജിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉയർത്തുന്നതനുസരിച്ച് നമ്മൾ ഉയർന്നാൽ മതി. നമ്മൾ സ്വയം ഉയരാൻ ശ്രമിക്കരുത്. സ്വയം നമ്മൾ ഉയരാൻ ശ്രമിച്ചാൽ അതെല്ലാം തകർച്ചയായിരിക്കും. ഞാനത് മനസ്സിലാക്കിയ ആളാണ്.
ഞാനിത് പറയാൻ കാരണം ഇന്നത്തെക്കാൾ പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ജനങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് തന്നെ പഴയ നിയമ ഭക്തന്മാർ, മോശ തുടങ്ങിയ പ്രവാചകന്മാർ തുടങ്ങിയ ആളുകൾ പറഞ്ഞു വെച്ച ദൈവവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടും യേശു ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടും പലരും പണത്തിന് വേണ്ടി വിശ്വാസത്തിൽ വന്നു നിന്ന് പണം കിട്ടാതെ മാറിപ്പോകുന്ന അവരൊക്കെയാണ് പിന്മാറ്റക്കാർ. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ അല്ലേരിയാണ് ദൈവസഭയിലുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് ദൈവദാസന്മാരും ദൈവദാസിമാരും ദൈവമക്കളെയൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനിടയിൽ ഒരുപാട് കറുത്ത കളറുള്ള, കറുത്ത നിറമുള്ള ഹൃദയമുള്ളവരുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഉണങ്ങി വെക്കുന്ന കുരുമുളകും നമ്മുടെ മുറ്റം നിൽക്കുന്ന പപ്പായയുടെ ഗുരുവും, പപ്പായ പഴുത്ത് കഴിയുമ്പോൾ ഗുരു കറുത്തിരിക്കും. ആ പപ്പായയുടെ കുരു നിങ്ങൾ വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കുരു ഉണങ്ങിയെടുത്ത് കഴിയുമ്പോൾ കുരുമുളക് ഉണങ്ങിയ പോലെ ഇരിക്കും. കുരുമുളകിന്റെ കൂടെ കൊണ്ട് നീ പപ്പായുടെ കുരു ഇട്ട് കഴിഞ്ഞ് രണ്ടും ഉരുപ്പോലിരിക്കും. കുരുമുളക് ഏതാ പപ്പായയുടെ കുരു ഏതാണെന്ന് അറിയത്തില്ല. പിന്നെ തിരിച്ചറിഞ്ഞ് തിന്നു നോക്കണം. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ഒരുപാട് പേര് ദൈവവചനത്തിന് വിശ്വാസം ഒരുപാട് പേര് ഇടിച്ചു കയറിയിട്ടുണ്ട്. അത് പാസ്റ്റർമാരുടെ ഭാഗത്തുണ്ട്, പ്രവാചകന്മാരുടെ ഭാഗത്തുനിന്നും വിശ്വാസിയുടെ ഭാഗത്തുണ്ട്. അവരൊക്കെ പണം ആഗ്രഹിക്കുന്നവർ. അങ്ങനെയുള്ളവർ നിങ്ങൾ മീഡിയയിൽ കാണാറില്ലേ? പക്ഷെ ഞാൻ പറയുന്ന അവരെ കുറിച്ചല്ല കേട്ടോ. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ 70 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് സാഹചര്യത്തിനും വിടുതലുണ്ടെന്ന് ബാബിലോണിന് മോചനമുണ്ടെന്ന് മനസ്സിലാക്കിയ ദാനിയേലും കൂട്ടരും വേണ്ടി കാത്തിരുന്നത് പോലെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഇവിടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവോടി ഒരു പുതിയൊരു ജീവിത നിത്യത കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, വിശുദ്ധിയുടെ ആത്മാവിൽ കാത്തിരിക്കുന്ന ചില ഭക്തന്മാർ, വിശ്വാസികൾ അവരുണ്ട്. അവരാണ് സഭ, അവരാണ് വിശുദ്ധന്മാർ. അവർക്ക് കഷ്ടതയുണ്ട്. അല്ലാതെ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ പട്ടുമെത്തേണ്ട അനുഭവമല്ല. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക, യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ അനുഗമിച്ചുകൊണ്ട് എല്ലാം വിട്ട് നിങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നോ കോടിക്കണക്കിന് രൂപ തരാമെന്നോ ആഡംബര കാറുകളോ ആഡംബര വീടുകളോ അല്ലെങ്കിൽ ഒന്നും തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല വേദപുസ്തകത്തിൽ. കർത്താവ് നിങ്ങൾ കഷ്ടം സഹിക്കാനുള്ള വരം കൂടെ തരുന്ന അല്ലെങ്കിൽ അതെ, ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് സുവിശേഷം പങ്കുവെക്കുന്ന കഷ്ടം സഹിച്ചുകൊണ്ട് വേണം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 14:22 പൗലോസ് പറയുന്നത്. അപ്പം വിശ്വാസത്തിൽ നിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ വേണം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ. അല്ലേലൂയ. അങ്ങനെ കടന്നുപോയ വിശുദ്ധന്മാർ, നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി വിശുദ്ധന്മാരുണ്ട്. അവരെ അനുഗമിക്കുന്ന ആ കാൽച്ചൂട് പിന്തുടരുന്ന കർത്താവ് യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത കാൽച്ചൂട് പിന്തുടർന്ന അപ്പോസ്തലന്മാർ കാണിച്ചു കൊടുത്ത ആ കാൽച്ചൂട് പിന്തുടരുന്ന ആത്മ സഭ തൊട്ട് ഇന്നും അനവധി ആളുകളുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, യേശുവിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കണം. അവന്റെ അല്ലുലിയ ഇങ്ങനെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതാണ്. അതുകൊണ്ട് കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി ജീവിതം, നമുക്ക് വേണ്ടി ക്രൂശിതനായ ശേഷം നമുക്ക് പാപമോചനം തന്നിട്ട് യേശു ആ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. അവന്റെ മഹത്വത്തിൽ പ്രവേശിച്ചു. ഇനി അവൻ വരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാരിതോഷികം നോക്കാതെ നീ യേശുവിനെ സ്വീകരിക്കണം. ആരുടെയും കയ്യിൽ നിന്നും നോക്കാതെ, ആരുടെയും കയ്യിൽ നിന്നും പ്രതിഫലം നോക്കാതെ നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വഴികൾ തുറന്നു തരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ അവൻ സത്യവേദ പുസ്തകത്തിൽ നന്നായിട്ട് വായിച്ച് പഠിച്ചിരുന്നു. യേശു വേദപുസ്തകം നന്നായിട്ട് വായിച്ച് വചനത്തെക്കുറിച്ച് നന്നായിട്ട് വായിച്ചിരുന്നു. അല്ലേരിയ എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം യേശു വചനത്തെ വായിച്ച് പഠിച്ച് ആത്മാവായ വചനങ്ങളാൽ നിറയപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവിൽ കൂടെ വചനത്തിൽ യേശു നിറയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആകയാൽ പരീശന്മാർ, സദൂക്യർ ഇവർ അവന്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ കേട്ട്, അവന്റെ ചോദ്യങ്ങൾ കേട്ട് അവന്റെ മുമ്പിൽ അവർ തന്നെ ഭയപ്പെട്ടു പോയെന്നുള്ളതാണ്. യേശു 12 വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ചെന്ന ശിയപ്രവാചകന്റെ പുസ്തകം നിവർത്ത് അവിടെ ഇരിക്കുന്ന ഉന്നതരായിരിക്കുന്ന ജ്ഞാനികളോട് ദൈവത്തിന്റെ വചനം വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വായിലെ ലാവണ്യ വാക്കുകൾ കേട്ട് അവരെല്ലാം എന്ത് ചെയ്തു? അതിശയിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഓരോ ചോദ്യത്തിനും യേശു ജ്ഞാനത്തോടുകൂടി ഉത്തരം നൽകി. ഹല്ലേലൂയ. അടിക്കടി ശിഷ്യന്മാരെയും വേദപണ്ഡിതന്മാരെയും വിളിച്ച് ഹല്ലേലൂയ
യേശു അവർക്ക് ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവിലേക്ക് വരരുത്. ഹല്ലേലൂയ. ഒന്നും പ്രതീക്ഷിച്ച് നീ യേശുവിനെ അനുഗമിക്കാൻ വന്നാൽ നിനക്കൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുന്നതൊക്കെ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നത് കർത്താവിനെ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് യേശു ചോദിക്കുന്നത് മത്തായി 21:40 വായിച്ചാൽ കാണാൻ കഴിയും. എന്താണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് വേദപണ്ഡിതാക്കളുടെ ചിന്തകളും ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, തള്ളിക്കളഞ്ഞ കല്ലിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യ പ്രകാരമാണ് ശലോമോൻ രാജാവ് ദൈവാലയം പണിയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് പണിതതെന്ന് 1 രാജാക്കന്മാർ 6-7 വാക്യം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവാലയം പണിയിൽ യാതൊരു ആയുധത്തിന്റെയും ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അല്ലെങ്കിൽ ദൈവാലയം പണി പൂർത്തിയാകുമ്പോൾ ഏറ്റവും മുകളിൽ വെക്കേണ്ട ആണിക്കല്ല് ഹല്ലേലൂയ നേരത്തെ തന്നെ ദൈവാലയം പണിയുന്ന സ്ഥലത്തേക്ക് കൊടുത്തു വിട്ടിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, പക്ഷേ പണി പുരോഗമിക്കുമ്പോൾ ആ കല്ല് ഒരു സ്ഥലത്തും വെക്കുവാൻ യോജിക്കാക്കിയത് കൊണ്ട് അത് തള്ളിക്കളഞ്ഞ കല്ലായി തീരുകയും ആമീൻ ദൂരെ മാറ്റിയിടുകയും ചെയ്തു. ദൈവാലയത്തിന്റെ പണി തീർന്ന 7 വർഷം കൊണ്ടായിരുന്നു. ശലോമോൻ പറഞ്ഞ ദൈവാലയത്തിന്റെ പണി 7 വർഷം കൊണ്ടാണ്. ഹല്ലേലൂയ. വർഷം കൊണ്ടായിരുന്നു. ഹല്ലേലൂയ. പണി തീരാറായപ്പോൾ ദൈവാലയത്തിന്റെ അഗ്രത്തിൽ വെക്കേണ്ട ആണിക്കല്ല് എവിടെയെന്ന് അന്വേഷണം ആരംഭിച്ചു. വെട്ടുകുഴിയിൽ അന്വേഷിച്ചപ്പോൾ ആ കല്ല് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൊടുത്തുവിട്ടു എന്നറിയുവാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അവസാനം ആ കല്ലിന് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവസാനം അല്ലെങ്കിൽ പുല്ലുകൾക്കും കുറ്റികൾക്കും ഇടയിൽ ആമി മറഞ്ഞു കിടന്ന ആ വിലയേറിയ കല്ല് അല്ലെങ്കിൽ കണ്ടെടുത്തു. അത് ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ വെച്ച് പണി പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ആദ്യ കല്ലിന് ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. ആദ്യ കല്ലിന് ആവശ്യമെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ കല്ല. ഹല്ലേലൂയ. ആ തള്ളിക്കളഞ്ഞ അതേ കല്ല് തന്നെ ആകണിക്കല്ലായി പ്രധാനപ്പെട്ട ആലയത്തിന്റെ പണി പൂർത്തീകരിച്ച് ആ കല്ലിന് ആവശ്യം വന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തള്ളിക്കളഞ്ഞ കല്ല് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. തള്ളിക്കളഞ്ഞ കല്ല് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ യഹൂദന്മാരാകുന്ന പണിക്കാർ അവരുടെ നിർമ്മാണ പ്രവൃത്തിയിൽ അവന് സ്ഥാനം കൊടുക്കാതെ ഉപയോഗശൂന്യം, അവന് സ്ഥാനം കൊടുക്കാതെ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ പണിയിൽ യേശുവിന് സ്ഥാനം കൊടുക്കാതെ അല്ലെങ്കിൽ ഉപയോഗശൂന്യം എന്ന നിലയിൽ തള്ളിക്കളഞ്ഞ ആ കല്ല് ഹല്ലേലൂയ പിന്നെ ആണിക്കല്ലായി മാറി. എന്നാൽ തന്റെ എഴുന്നേൽപ്പിന് ശേഷം ദൈവം അവനെ സർവനാമങ്ങൾക്കും മേലായ നാമം നൽകി ആദരിച്ചു എന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 8 വാക്യങ്ങളൊക്കെ കാണാം. 8-9 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അതെ, എന്നെ കേൾക്കുന്ന ലോകം തള്ളിക്കളഞ്ഞ കല്ല്, യഹൂദന്മാർ തള്ളിക്കളഞ്ഞ കല്ല് ഹല്ലേലൂയ മൂലക്കല്ലായി ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, ആ വേദന അനുഭവിച്ചു, പങ്കപ്പാടുകളേറ്റു. അങ്ങനെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, യേശു നിനക്ക് വേണ്ടി ഹല്ലേലൂയ സഹിച്ച കഷ്ടതകൾ, പങ്കപ്പാടുകൾ നീ മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ വചനത്തെ കുറിച്ച് അടിക്കടിയായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് വേദപുസ്തകത്തിനകത്ത് നിരന്തരമായി പഴയ നിയമത്തിലൂടെ നമ്മളെ ഉപദേശിച്ചിട്ടും പുതിയ നിയമത്തിലേക്ക് ലേഖനങ്ങളിലൂടെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ശക്തമായി ദൈവത്തിന്റെ ആലോചനകളും ദൂതുകളും ഒക്കെ നമുക്ക് നൽകി തന്നിട്ടും നമുക്ക് ഇന്നത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ നിത്യജീവനെ പ്രാപിക്കും? ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതമുണ്ടോ? ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നിത്യതയിലാണ്. ഹല്ലേലൂയ. അല്ലാതെ പലരും പഠിപ്പിക്കുന്ന ഒരു മരണാനന്തര ജീവിതം, പുനർജന്മത്തിലൂടെ ഇനി ഹല്ലേലൂയ വേറെ എന്തെങ്കിലും ആയി വരുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ആയി വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യൻ ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ഹല്ലേലൂയ.
അപ്പൊ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എന്നുള്ളതാണ് ഇബ്രാഹിം ലേഖനം 9:20 വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാപിതാ മാനസാന്തരന്റെ വിശ്വാസത്തിന് അടിസ്ഥാനമായി പ്രവാചകന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് വേദപുസ്തകത്തെ വിശ്വസിച്ച് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്ന വചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിന്റെ ഊടും ഭാവവും ഒക്കെ വെച്ചുകൊണ്ട്, നിന്റെ സ്വയത്തിന്റെ കഴിവും പ്രാപ്തിയൊക്കെ വെച്ചുകൊണ്ട്, നിന്റെ നിറവും വർണ്ണനമൊക്കെ പറഞ്ഞ്, നിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ്, നിന്റെ പണവും മേൽക്കോയും പറഞ്ഞ്, നിന്റെ മതമൊക്കെ പറഞ്ഞ് നീ നടന്ന നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. മതത്തിന്റെ പേരിൽ ഒരു വ്യക്തിക്കും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ മതങ്ങളൊന്നും നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല. മതമല്ല അഭിപ്രായം പറയാനുള്ള ഒരു കൂടിവരവ് മാത്രമാണ്. പക്ഷേ നീ യേശുവിനെ അറിയണം. യേശുവിനെ അറിയാതെ നീ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും, യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതെ നീ മറ്റെന്തിനെല്ലാം സ്ഥാനം കൊടുക്കുന്നു അതെല്ലാം പൈശാചിക. ക്രൈസ്തവ വിശ്വാസികൾ പറയട്ടെ, യേശു ക്രിസ്തുവിനോടല്ലാത്ത പ്രാർത്ഥനകളെല്ലാം പൈശാചികമാണ്. യേശു ക്രിസ്തുവിനോടല്ലാത്ത സകല പ്രാർത്ഥനകളും പൈശാചികമാണ്, സാത്താന്യമാണ്. അത് ക്രൈസ്തവ സഭയുടെ അനവധി പുരോഹിതന്മാർ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോഴത്തെ സഭയുടെ പരമോന്നത നേതാവിരിക്കുന്ന റോമിലെ പാപ്പായും ഹല്ലേലൂയ ഇത് പഠിപ്പിച്ചു. ഞാൻ എറണാകുളം രൂപതയുടെയാന്ന് തോന്നുന്നു, ഒരു ധ്യാനത്തിനകത്ത് അച്ഛൻ പ്രസംഗിക്കുന്നതും കേട്ടു. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ ഇന്ന് യേശുവിനെ സ്ഥാനം കൊടുക്കാതെ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, നിങ്ങൾ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളും യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു മാനസാന്തരം വേണ്ടിയാണ് ദൈവം ഇന്നൊരു പകലൂടെ തന്നത്. ഹല്ലേലൂയ. അത് ഈ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിന്റെ ഹൃദയത്തിനകത്ത് മൂലക്കല്ലായി നിന്നിൽ വസിപ്പാൻ നീ ഇടം കൊടുക്കുന്നെങ്കിൽ, യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളെ മാറ്റിയെടുക്കുവാൻ, നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ, മാത്രമല്ല ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യതയിൽ നിനക്ക് എത്തിച്ചേരുവാൻ യേശു മുഖാന്തരം കാരണമാകും. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ല ആരും പിതാവിന്റെ സംഘം എത്തുകയില്ലെന്ന് യോഹന്നാൻ 1:6 പറയുന്നത്. നിങ്ങളേതെല്ലാം കുറുക്കു വഴി കണ്ടുപിടിച്ച് സ്വർഗത്തിലേക്ക് ഇപ്പം പ്രവേശിച്ചാലും എന്നെ കേൾക്കുന്ന ശ്രോതാവി, ക്രൈസ്തവ വിശ്വാസം പറയട്ടെ, യേശുവില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞ എന്താ? അത് ദുർഘടങ്ങൾ നിറഞ്ഞതാ. പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണം. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് നൽകി തന്നിരിക്കുന്ന വചനം, യേശു തന്റെ 12-ാമത്തെ വയസ്സിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നല്ല പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം വളരെ ജ്ഞാനത്താൽ നിറയപ്പെട്ടിരുന്നു. യെരൂശലേം ദേവാലയത്തിലുള്ള വേദപണ്ഡിതന്മാരോട് ഹല്ലേലൂയ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ക്രൂശിൽ വെച്ചും ഓരോ വേദവചനങ്ങൾ യേശു പറയപ്പെട്ടു. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിൽ വെച്ച് അവിടെ ഇരുന്ന് അന്നത്തെ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ ജ്ഞാനത്തോടെ പ്രസംഗിച്ചു. യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്തും ദൈവത്തിന്റെ വചനം ഉരുവിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഭൂമിയിലായിരുന്നപ്പോൾ സകല ജനത്തിന് നൽകിത്തും നിത്യതയുടെ സന്തോഷത്തെക്കുറിച്ച്, നിത്യ സന്തോഷത്തെക്കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തിൽ ലഭ്യമാകുന്ന സന്തോഷത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഒരു സമാധാന നേതാവാണ് യേശു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ പഠിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവത്തെ ഹല്ലേലൂയ കുറിച്ച് പറഞ്ഞു കേട്ടാൽ പോരാ, വായിച്ചറിഞ്ഞാൽ പോരാ. ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടാൽ പോരാ, വായിച്ചറിഞ്ഞപ്പോൾ ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയണം. യേശുവിനെ നിങ്ങൾ അനുഭവിച്ചറിയണം. യഹോവ നല്ലവൻ രുചിച്ചറിയണം. അതുകൊണ്ട് യേശുവിനെ നിങ്ങൾ രുചിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ കൊണ്ടുനടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരൻ വായിക്കുന്ന സങ്കീർത്തനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവരുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കും, തക്ക കാലത്ത് ഫലകായി ഇരവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന്. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ജീവിതത്തിന്റെ കഷ്ടതയുടെ പ്രയാസ പരിസ്ഥിതികൾ കടന്നു പോകുന്ന ജീവിതം കൊണ്ട് പറയട്ടെ, യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? എംബോസിലേക്ക് പോയ ക്ലെയോപ്പാവും അല്ലെങ്കിൽ അവന്റെ ഭാര്യയും കൂടെ ആ കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ കുറിച്ച് തമ്മിൽ വാദിച്ചും തർക്കിച്ചും പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോടൊപ്പം ചേർന്ന് നടന്നു. ഹല്ലേലൂയ. ചേർന്ന് പറയുന്ന വാക്കുകൾ കേട്ട അവസാനം യേശു പറഞ്ഞു, ആമേൻ, മന്ദബുദ്ധികളെ. ഹല്ലേലൂയ. ഇങ്ങനെ ക്രിസ്തു കഷ്ടം സഹിച്ചിട്ട്
കഷ്ടമനുഭവിച്ചിട്ട് അവന്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? അതെ, പഴയ നിയമ പ്രവാചകൻ മടക്കം പറഞ്ഞ വചനത്തെ വിശ്വസിക്കാത്തവരാണ് മന്ദബുദ്ധികൾ. അതെ, ഇന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവരെ വേദപുസ്തകം വിളിക്കുന്ന മന്ദബുദ്ധികളെ എന്നാ. അതെ, നിനക്കൊരു രക്ഷ ആവശ്യമാണ്, നിന്റെ കുടുംബത്തിന് രക്ഷ ആവശ്യമാണ്, തലമുറയ്ക്ക് രക്ഷ ആവശ്യമാണ്, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിനക്ക് രക്ഷ ആവശ്യമാണ്. നീ കാണിക്കുന്ന പ്രൗഢി കൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നീ ഇവിടെ ചെയ്തു കൂട്ടുന്നതെല്ലാം മാലിന്യമാണ്. അത് വിട്ടിട്ട് നീ മടങ്ങി വന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് പലതും തട്ടിയെടുക്കുന്ന അനവധി ആളുകളുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പണക്കാരും സമ്പന്നരും ആകുന്നവരുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ അധാർമ്മികമായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇതിന്റെ പാപത്തിന്റെ പ്രവൃത്തികൾ വിട്ടിട്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടം സഹിച്ച യേശുവിനെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. എന്താണ് വൈകുന്ന അവനവരോട് അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ യേശു വിളിക്കുക. ബുദ്ധിഹീനരെ, അല്ലേ, പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് അനുസരിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് കർത്താവ് ഇന്നും നോക്കി വിളിക്കുക. എന്നിട്ട് പറയാം, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് ക്ലെയോപ്പാവിനോട് പറഞ്ഞതുപോലെ അവന്റെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അല്ലേ ആ ഒരു യേശുവാന്റെ സംഭാഷണം, യേശുവാന്റെ ആ സന്ദർഭം അതൊരു വിടുതലിന് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുവിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതല്ല, ആരും അറിഞ്ഞിട്ട് ആരും പറയുന്നത് കേട്ട് ആമീൻ ആരും തലയില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നതല്ല. ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ നിനക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നീ യേശുവിന്റെ ശിഷ്യനല്ല. കണ്ണുകളടച്ചാട്ട് നിന്റെ ജീവിതത്തിൽ യേശുവിന് എത്രമാത്രം സ്ഥാനമുണ്ട്? ആമി യേശുവിന് എത്രമാത്രം നീ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്? നിന്റെ കുടുംബത്തിൽ യേശുവിന് എത്രമാത്രം സ്ഥാനമുണ്ട്? പേരുകൊണ്ട് നീ ക്രിസ്ത്യാനിയാ, നിന്റെ പ്രവൃത്തി കൊണ്ട് ക്രിസ്ത്യാനിയ, പക്ഷെ യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? നിന്റെ ഭവനത്തിലുണ്ടോ? പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ലോക രാജ്യങ്ങൾ വളരെ ഭയാനകവും അനുഭവത്തിൽ കടന്നു പോകുന്നു. ഇസ്രായേലും ഇറാനും അമേരിക്കയുമായി നടക്കുന്ന യുദ്ധത്തിനകത്ത് ആയിരക്കണക്കിന് ഞങ്ങൾ മരിച്ചു വീണു. പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യം നടക്കുന്ന യുദ്ധത്തിനകത്ത് വലിയ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക. സമാധാനം, സന്തോഷം, സ്വസ്ഥതയില്ലാതെ ജനം കർത്താവി പിടപാടുകളും വിലക്കയറ്റങ്ങളും കർത്താവി അഴിമതിയും ഒക്കെ പെരുകുമ്പോൾ പിടിച്ചുവെപ്പും കർത്താവി ഹല്ലേലൂയ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അതുപോലെ വിശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ, വിശ്വാസത്തിന് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ക്രൈസ്തവ വിശ്വാസികൾ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും കർത്താവ് ജനത്തെ സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വന്ന മാനസാന്തരം, മദ്യത്തിനും മയക്ക് ലഹരിക്കും അടിപ്പെട്ടിരുന്ന ലോകത്തിന്റെ ജനികമായ ഉപദേശങ്ങളിൽ ദുരുപദേശങ്ങൾ വീണ് കിടക്കുന്ന പാപത്താൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി തകർന്ന് ഹൃദയം തകർന്ന് മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെട്ട് ഈ ലോകത്തെ ജടിക ജീവിതം നയിച്ച് നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ജനം മടങ്ങി വരുവാൻ പ്രവാചകന്മാരും അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധിക്ക് അതീതമായി അല്ലുരിയ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ബുദ്ധിയെ തുറക്കണമേ. അല്ലുരിയ എംബൂസിലേക്ക് പോയ ക്ലെയോപ്പാവിനും കർത്താൻ ഭാര്യയ്ക്ക് ദൈവത്തിന് പതിന് തെളിവായി യേശു വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ ജനകർത്താവ് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് യേശു തന്റെ മഹത്വത്തിലേക്ക് കടന്നതുപോലെ ഈ മനുഷ്യ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ നിത്യത ഉണ്ടാകുവാൻ ഈ ജനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.